നമസ്കാരം. ബംഗ്ലാദേശിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരുന്നൊരു പ്രതിമയെ ചൊല്ലി വിവാദം ഉടലെടുത്തിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമയാകുമായിരുന്ന ഒരു പ്രതിമ ഇസ്ലാമിസ്റ്റുകളുടെ കടുത്ത ഭീഷണിയെ തുടർന്ന് ഇപ്പോൾ അതിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. 81 അടി ഉയരത്തിലാണ് ഈ പ്രതിമ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ നിർമ്മാണം 80% പൂർത്തിയായ ഘട്ടത്തിലാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണി എത്തിയത്. പ്രതിമ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്ലാമിക പ്രഭാഷകർ സോഷ്യൽ മീഡിയയിലൂടെ ആഴ്ചകളായി നിരന്തരം വെല്ലുവിളികൾ നടത്തുകയാണ്. ഇത് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ ഉടലെടുത്ത സമയത്താണ് ഈ വിവാദമുണ്ടായിരിക്കുന്നത്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഉപദേശകനായ സാഹിദുർ റഹ്മാനെ ഡൽഹി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ അധികൃതർ കുറച്ച് സമയത്തേക്ക് തടഞ്ഞു വെച്ചിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലെ രൂക്ഷമായ പരാമർശങ്ങളെ തുടർന്നായിരുന്നു ഇത്. ഇതിൽ പ്രതിഷേധിച്ച് റഹ്മാൻ തന്റെ ഇന്ത്യ സന്ദർശനം ഉപേക്ഷിക്കുകയും തുടർന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിന്റെ വടക്കൻ ജില്ലയായ ഗായ്ബാന്ധയിലെ പലാഷ് ബാരിയിലുള്ള ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗമായാണ് നിലവിൽ ശ്രീരാമ പ്രതിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 22 കോടി ടാക്ക, അതായത് 15.6 കോടി ഇന്ത്യൻ രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ നിർദ്ദിഷ്ട പ്രതിമയിൽ 81 അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ, 50 അടി ഉയരമുള്ള ശ്രീകൃഷ്ണ പ്രതിമ, 30 അടി ഉയരമുള്ള ശിവപ്രതിമ എന്നിവയുടെ നിർമ്മാണവും ഉൾപ്പെടുന്നുണ്ട്. സനാതന ധർമ്മത്തിലെ പ്രധാന വ്യക്തിത്വങ്ങൾ ഒരാളുള്ള ആദരസൂചകമായാണ് ശ്രീരാമ പ്രതിമ നിർമ്മിക്കുന്നതെന്നാണ് പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ രാധാ ഗോവിന്ദ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹരിദാസ് ചന്ദ്രദാസ് വ്യക്തമാക്കുന്നത്. എന്നാൽ പദ്ധതിയുമായി സഹകരിക്കുന്നവർക്കെതിരെ ഇസ്ലാമിക സംഘടനകൾ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ദാസ് പറയുന്നു. സാമൂഹിക സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഉപദേശകൻ ശ്യാംലാൽ കുമാർ മഹന്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. നിയമവാഴ്ചയും വർഗീയ സൗഹാർദ്ദവും നിലനിർത്തുന്നതിനാണ് ഞങ്ങൾ ഈ ജോലി നിർത്തിവെക്കുന്നത്. ഒരു തർക്കത്തിനും കാരണമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരുടെയും മതവികാരം വ്രണപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും മഹന്ത പറഞ്ഞു. ബംഗ്ലാദേശിലെ എല്ലാവർക്കും അവരുടെ മതം അനുഷ്ഠിക്കാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഒരു വർഷത്തിലേറെ ശ്രീരാമ പ്രതിമയുടെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ ഇസ്ലാമിക സംഘടനകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. പദ്ധതിയുടെ ഫണ്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഈ മാസം ആദ്യം സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് വിഗ്രഹം തകർത്തില്ലെങ്കിൽ അത് തങ്ങൾ തന്നെ പൊളിച്ചു നീക്കുമെന്ന് തീവ്ര ഇസ്ലാമിക പ്രഭാഷകൻ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാമന്റെ ഒരു വിഗ്രഹം ഇവിടെ നിർമ്മിക്കുന്നുണ്ട്, ബുൾഡോസർ ഉപയോഗിച്ച് അത് തകർക്കുക, സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ അത് തകർക്കുമെന്നായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. അടുത്തിടെ ഗായ്ബാന്ധയിൽ ഇസ്ലാമിക സംഘടനകൾ നടത്തിയ ഒരു പ്രതിഷേധ മാർച്ചിനിടെ ശ്രീരാമന്റെ ഒരു ചിത്രം അപകീർത്തിപ്പെടുത്തുകയുണ്ടായി. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച വൻ പന്തം കൊളുത്തി പ്രകടനമടക്കവും നടത്തിയിരുന്നു. അപകീർത്തിപ്പെടുത്തലിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ശ്രീരാമ പ്രതിമയുടെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ബംഗ്ലാദേശിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു പുതിയ സർക്കാർ വന്നത് എന്നതിന് ശേഷം. എന്നാൽ അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതിഭീകരമായ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ ഹിന്ദുക്കളെ കൂട്ടമായി കൊന്നു തള്ളുന്ന കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് ഏറ്റവും പുതിയൊരു പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശ് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി 1 മാർച്ച് 31 ഇടയിൽ 133 വർഗീയ അക്രമ സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശിലെ പ്രമുഖ ന്യൂനപക്ഷ സംഘടനകളിലൊന്നായ ഈ കൗൺസിൽ രാധാ ഗോവിന്ദ ക്ഷേത്രത്തിന് നേരെയുള്ള ഭീഷണികൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.